ഓണത്തോടനുബന്ധിച്ച് ഈ വർഷം ഖജനാവ് നിറച്ച നിങ്ങൾ രണ്ടുപേരെയും അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ സേവനത്തിന് രാജ്യശക്തി പുരസ്കാരം നൽകുവാൻ തീരുമാനിച്ചിരിക്കുന്ന വിവരം സസന്തോഷം അറിയിക്കുകയാണ്. കേട്ടില്ലേ ഭരണക്കാർക്ക് നമ്മളോടുള്ള സ്നേഹം? നമ്മളില്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയില്ല. ആകെ നാറ്റ കേസാകും. അതുകൊണ്ടാ. അപ്പോ നമ്മളോണല്ലേ ഭരണത്തിന്റെ കടിഞ്ഞാൺ? ഇതൊക്കെയാണെങ്കിലും തന്നെ കുറിച്ചുള്ള ഒരുപാട് കുറ്റങ്ങൾ സമൂഹത്തിൽ പ്രചരിക്കുന്നുണ്ട്. ഓഹോ, അങ്ങനെയുണ്ടോ? എന്താണത്? ഞാൻ കഴിഞ്ഞ ആഴ്ച കോട്ടയത്തൊരു പള്ളിയിലച്ചന്റെ പ്രസംഗം കേട്ടു. മദ്യം വിഷമാണ്, വ്യക്തിയെയും സമൂഹത്തെയും നശിപ്പിക്കും, കൊലപാതകിയാക്കും, കള്ളന്മാരാക്കും, രോഗിയാക്കും. മതി മതി, കേട്ടത് തന്നെ ധാരാളം. അതൊന്നും കൊണ്ട് എന്നെ തോൽപ്പിക്കാനാവില്ല. ഞാൻ എന്റെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് സ്വർഗീയ സുഖമാണ്, അനുഭൂതിയാണ്. പിന്നെ തന്നെ കുറിച്ചുമുണ്ട് പരാതികൾ. എന്താണത്? താൻ വെറും തട്ടിപ്പുകാരനാണ്, തുച്ഛമായ സമ്മാനങ്ങൾ നൽകി വഞ്ചിക്കുകയാണ് എന്നതൊക്കെയാണ് തന്നെ കുറിച്ചുള്ള വ്യാഖ്യാനം. അതാരാ? അത് നമ്മുടെ കുടിയൻ ചാണ്ടിയല്ലേ? ഇല്ലടി മറിയേ, എള്ളോളമതുള്ളിൽ ചെന്നാൽ ഈ ഭൂലോകം തരികിടത്. ആരുടെ ഈ പാട്ട് എഴുതിയത്? ഏഴോളം ഉള്ളിച്ചെന്ന ഭൂലോകം തരികിടത് കൃതിയോ? ഞാൻ ഒരു കുപ്പി മുഴുവനകത്താക്കിയിട്ട് ഇപ്പൊ ഈ വിറ്റായത്. ആരുള്ളത്? പ്രേതങ്ങളോ? അത് കള്ളന്മാരോ? ഞങ്ങൾ പ്രേതങ്ങളും കള്ളന്മാരും ഒന്നുമല്ല, താങ്കളുടെ സുഹൃത്താണ്. ഇതാരാ? മദ്യോ? ഇത് ലോട്ടറി. ലോട്ടറി എന്റെ സ്വന്തം ലോട്ടറിയാ. എന്താ രണ്ടാൾക്കൊരു മുഖം മൂടി? ഇത് ഞങ്ങളുടെ യൂണിഫോറമാ. കൊള്ളാം കൊള്ളാം കൊള്ളാം. ഈ നാട്ടിൽ തട്ടിപ്പും വെട്ടിപ്പും പിടിച്ചുപറിയും ഒക്കെ നടത്തുന്നവർക്കുള്ളതായി മുഖം മൂടി. അപ്പോഴേ ലോട്ടറി ചേട്ടാ, ഈ കൊടുംചതി എന്നോട് വേണ്ടായിരുന്നു കേട്ടോ. അതെന്താ? എന്തു പറ്റി? ഇതാ, ഇത് കണ്ടോ? 10 എണ്ണം എടുത്തതാ. ഒരു 100 രൂപയെങ്കിലും തരാമായിരുന്നില്ലേ? മദ്യമുതലാളി, എനിക്കല്പം മദ്യം വേണം. എന്റെ കയ്യിൽ മദ്യമൊന്നുമില്ല, താൻ പോടോ. കടലിൽ വെള്ളമില്ലെന്നോ? എനിക്ക് വേണം. ഞാനിന്ന് വീട്ടിലേക്ക് പോണില്ല. അതെന്താ? എന്താ കാരണം? അതേ ചങ്ങാഴിമാരെ, ഇന്ന് രാവിലെ എന്റെ ഭാര്യ എനിക്ക് കുറച്ച് പൈസ അത് തന്നിട്ട് അവൾ പറഞ്ഞു, എന്റെ മോക്ക് യൂണിഫോം വാങ്ങിക്കൊണ്ടുവരണം. ഇന്ന് എവിടെയും 10 പൈസ എനിക്ക് തടയാനിട്ട് ഞാനതങ്ങെടുത്ത് ചെലവഴിച്ചു. അതിൽ 3/4 പങ്കും ഇയാൾക്ക് ഞാൻ കൊടുത്തു. ഞാൻ ഫിറ്റായി, ഫുള്ള് ഫിറ്റായി. ഈ കുറച്ച് പൈസ ബാക്കിയുണ്ടായിരുന്നത് ഈ പിടിച്ചുപറിക്കാരന് കൊടുത്തു. ദേ കണ്ടില്ലേ,
അതും സ്വാഹ. എനിക്ക് മദ്യം തന്നെ മതിയാവും. അയാൾ പോകുന്നൊന്നും ലക്ഷണമില്ലെന്നേ. എന്തെങ്കിലും കൊടുത്തു വിട്ടേ മതിയാകൂ. അങ്ങോട്ട് മാറി ഇന്ന് മൂത്രം ഒഴിച്ച് കൊടുത്തേക്ക്. മൂത്രോ? താനെന്തായി പറയുന്നേ? കുപ്പിയില്ലല്ലോ അതിന്. കുപ്പിയോ? അതിനെന്താ ഇപ്പൊ പ്രശ്നം? എന്റെ കയ്യിലല്ലേ കുപ്പി ഇരിക്കുന്നത്. ഇതാ കുപ്പി. ദുഃഖങ്ങൾക്കിന്നു ഞാൻ അവധി കൊടുത്തു. സ്വർഗത്തിൽ അത് ഇഷ്ടം കൂടുതലല്ലേ. നരകത്തിൽ അത് വേണോ? അല്ലെങ്കിൽ രണ്ടിൻ്റെയും മധ്യത്തിൽ ഒരു മുറിയെടുത്തു. എനിക്ക് മദ്യമല്ലേ വേണ്ടേ? ദാ മദ്യം മദ്യം. ഇതെവിടാ? എന്റെ വീടാണല്ലോ. ഭാര്യയെ മറിയേ മറിയേ, എന്റെ പൊന്നു മോളെ, എല്ലാവരും എന്നെ ഇട്ടിച്ചു പോയോ? Never mind. Never mind. Never mind. Marie. 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 ചേട്ടാ ചേട്ടാ എന്തോ ചേട്ടാ 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 എണീക്കേട്ടാ ചേട്ടാ 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 എണീക്കേട്ടാ ചേട്ടാ ചേട്ടാ. എടോ, ആള് പോയല്ലോ. ഈശ്വര, നമ്മളിനി എന്ത് ചെയ്യും? ഈ രക്തത്തിൽ നമ്മൾക്ക് പങ്കില്ല. അതെ, ഈ രക്തത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല. ഈ രക്തത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല. ഞങ്ങൾ വെറും ബിനാമികൾ മാത്രം. ഇതിന് ഉത്തരവാദികൾ അങ്ങും മണിമാളികയിൽ സുഖിച്ചു വസിക്കുന്ന ഭരണകർത്താക്കൾ.